അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, 8ാം ക്ലാസ് താരീഖ് 14ാമത്തെ പാഠം അദ്ദർസു റാബി അശർ ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത്. ആയിഷ ബീവിയെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു പത്നിയായ മറ്റൊരു ഭാര്യയായ ഹഫ്സ ബീവിയെ കുറിച്ചാണ് കേട്ടോ. വഹിയ മഹദി, അവള് ബിന്തു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. അപ്പൊ ഹഫ്സ ബീവിയുടെ ഉപ്പാന്റെ പേരെന്താണ്? ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ആര്? ഹഫ്സ ബീവി. വ ഉമ്മുഹ, അവരുടെ മാതാവ് സൈനബ് ബിന്ത് മൽഊൻ, മൽഊന്റെ മകൾ സൈനബാണ് ഹഫ്സ ബീവിയുടെ മാതാവ്. തസവ്വജഹ, അവളെ വിവാഹം ചെയ്തു. ആര്? ഹഫ്സ ബീവിയെ വിവാഹം ചെയ്തു. തസവ്വജ പറഞ്ഞാല് വിവാഹം ചെയ്തു. ഹ എന്ന് പറഞ്ഞ അവളെ എന്ന് പറഞ്ഞാല് ഹഫ്സ ബീവിയെ വിവാഹം ചെയ്തു. അവലൻ, ആദ്യം ആരാണ് ഹഫ്സ ബീവിയെ വിവാഹം ചെയ്തത്? ഹുനൈസ് ബിൻ ഹുദാഫത്ത് സഹ്മി എന്നവരാണ്. പേര് പഠിച്ചോളൂ, ഹുനൈസ് ബിൻ ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു അൻഹു. വമാത, ഹാജറത്ത്, അവൾ ഹിജ്റ പോയി. ആര് ഹിജ്റ പോയി? ഹഫ്സ ബീവി ഹിജ്റ പോയി. മഅഹു, അദ്ദേഹത്തിന്റെ കൂടെ എന്ന് പറഞ്ഞാല് ഹുനൈസ് ബിൻ ഹുദാഫത്ത് സഹ്മി എന്ന അവളുടെ ആദ്യ ഭർത്താവിന്റെ കൂടെ ഹിജ്റ പോയി. വമാത, അദ്ദേഹം മരിച്ചു, അദ്ദേഹം വേർപിരിഞ്ഞു. അൻഹ, അവളെ തൊട്ട് മരിച്ചു. ബഅദ വസ്വതി ബദർ, ബദർ യുദ്ധത്തിന് ശേഷം ഇദ്ദേഹം എന്താന്ന് വഫാത്തായി, അദ്ദേഹം മരിച്ചു. ഫലമ്മൻ ഖലത ഇദ്ദതുഹ, അവളുടെ ഇദ്ദ കഴിഞ്ഞപ്പോൾ, ഇൻഖലത പറഞ്ഞാല് തീർന്നപ്പോൾ, ഇദ്ദ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഭർത്താവ് മരിച്ചാല് ഭാര്യമാരെന്താവും? ഇദ്ദയിലിരിക്കും അല്ലെ, 4 മാസവും 10 ദിവസവും ഒക്കെ. അതിനാണ് ഇദ്ദ എന്ന് പറഞ്ഞത്. അവളുടെ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ അറളഹ, അവളെ വിവാഹാഭ്യർത്ഥന നടത്തി. അറളഹ, അവളെ വിവാഹാഭ്യർത്ഥന നടത്തി. ആര്? ഉമർ റളിയല്ലാഹു അൻഹു, പിതാവേ വിവാഹാഭ്യർത്ഥന നടത്തി. ആരോട്? അലാ അബീ ബക്കറിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോടൊക്കെ പിതാവായ ഉമർ റളിയല്ലാഹു അൻഹു എന്തായി? വിവാഹാഭ്യർത്ഥന നടത്തി. ഫലം യുജിബുഹു, പക്ഷെ അവരൊന്നും എന്തായില്ല, ഉത്തരം ചെയ്തില്ല. ഫലം യുജിബുഹു, അദ്ദേഹത്തിന് മറുപടി നൽകിയില്ല. അഹദിൻ, ഒരാളും. മിൻഹുമ, അവർ 2 പേരിൽ നിന്നുള്ള ഒരാളെന്ന് പറഞ്ഞാല് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തായില്ല, ആ വിവാഹാഭ്യർത്ഥന സ്വീകരിച്ചില്ല കേട്ടോ. അതിന് ഉത്തരം നൽകിയില്ല എന്ന് പറഞ്ഞാൽ വിവാഹാഭ്യർത്ഥന സ്വീകരിച്ചില്ല. 2ാമത്തെ പാരഗ്രാഫ്. സുമ്മ ഖതബഹ, പിന്നീട് അവളെ വിവാഹാലോചന നടത്തി. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിന്നീട് വിവാഹാലോചന നടത്തുന്നത്. ഫഅൻകാഹു, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു റസൂലിന് വിവാഹം ചെയ്തു കൊടുത്തു. അൻകഹ എന്ന് പറഞ്ഞാല് നിക്കാഹ് ചെയ്തു കൊടുത്തു കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തു. ആര്? ഉമർ റളിയല്ലാഹു അൻഹു, പിതാവ് കേട്ടോ. ഇയ്യാഹ എന്ന് പറഞ്ഞാല് ഹഫ്സ ബീവിയെ വിവാഹം ചെയ്തു കൊടുത്തു. ഫീ സനത്തി സലാസിൻ, 3ാം വർഷം കേട്ടോ, ഹിജ്റ 3ാം വർഷം. വാസ്തഖഹ, അവൾക്ക് മഹർ നൽകി. റസൂലുള്ളാഹ് അവൾക്ക് മഹർ നൽകി, ഹഫ്സ ബീവിക്ക് മഹർ നൽകി. ഇപ്പൊ നബിയുടെ ഭാര്യയായി എന്നർത്ഥം കേട്ടോ. പിതാവിന്റെ പേര് ഉമർ റളിയല്ലാഹു അൻഹു, ഹഫ്സ ബീവിയുടെ ഉപ്പാന്റെ പേര് എന്താണ്?
ഉമർ റളിയല്ലാഹു അൻഹു. ഈ നബി ഹഫ്സ ബീവിയെ വിവാഹം ചെയ്യുകയാണ് ആദ്യ ഭർത്താവ് മരിച്ചതിന് ശേഷം കേട്ടോ. അവൾക്ക് മഹർ നൽകി 400 ദിർഹമിൻ. എത്രയാണ്? 400 ദിർഹമാണ് മഹർ നൽകിയത് കേട്ടോ. ഇനി മറ്റൊരു സംഭവം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ വിവാഹമോചനം നടത്തി, തൊലാക്ക് ചൊല്ലി. തത്ലീഖത്തൻ വാഹിദത്തൻ, ഒരു തൊലാക്ക്. വിവാഹമോചനം ചെയ്തു എന്നർത്ഥം കേട്ടോ, തൊലാക്ക് ചൊല്ലി. സുമ്മ റാജഅഹ, പിന്നീട് അവളെ തന്നെ മടക്കിയെടുത്തു. റസൂലെ ഹഫ്സ ബീവിയെ തന്നെ മടക്കിയെടുത്തു. റാജഅ എന്ന് പറഞ്ഞാല് മടക്കിയെടുത്തു. ഇത് അമറ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം കൽപ്പിച്ച സന്ദർഭം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, റസൂലിന്റെ എല്ലാ വിവാഹങ്ങളും അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പന പ്രകാരമായിരുന്നു കേട്ടോ. ഇത് അമറ ജിബ്രീൽ അലൈഹിസ്സലാം കൽപ്പിച്ച സന്ദർഭം. വകാല, ജിബ്രീൽ പറഞ്ഞു, റാജി ഹഫ്സത, നിങ്ങൾ ഹഫ്സ ബീവിയെ മടക്കിയെടുക്കണം. റസൂലെ, നിങ്ങൾ ഹഫ്സ ബീവിയെ മടക്കിയെടുക്കണം. ഫഇന്നഹ, തീർച്ചയായും അവൾ. ഇനി ആ ഹഫ്സ ബീവിയുടെ കുറച്ച് വിശേഷണങ്ങള് ജിബ്രീൽ പറയാണ്. സുവാമത്തുൻ, അവൾ നന്നായി നോമ്പനുഷ്ഠിക്കുന്നവളാണ്. കുവാമത്തുൻ, അവൾ നന്നായി നിന്ന് നമസ്കരിക്കുന്നവളാണ്. വഅന്നഹ, തീർച്ചയായും അവൾ. സൗജത്തുക, അങ്ങയുടെ ഭാര്യയാണ്. ഫിൽ ജന്ന, സ്വർഗത്തില്. അപ്പൊ എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതെന്ന് ചോദിച്ചാല്, റാജി ഹഫ്സത ഫഇന്നഹ സുവാമത്തുൻ കുവാമത്തുൻ വഅന്നഹ സൗജത്തുക ഫിൽ ജന്ന. അർത്ഥം മനസ്സിലായില്ലേ? റവത്ത്, അവൾ റിപ്പോർട്ട് ചെയ്തു, അവൾ നിവേദനം ചെയ്തു. ഹഫ്സ ബീവി നിവേദനം ചെയ്തു. 60 ഹദീസൻ, 60ഓളം ഹദീസ്. 60 ഹദീസ് ആര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഹഫ്സ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വറവ അൻഹ, അവളെ തൊട്ട് റിപ്പോർട്ട് ചെയ്തു. ഹഫ്സ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്തു. ജമാഅത്ത് മിന സ്വഹാബ, ഒരു കൂട്ടം സഹാബാക്കള്, അതേപോലെ താബിഈങ്ങളും. അപ്പോ ഒരു കൂട്ടം സഹാബാക്കളും താബിഈകളും പിന്നെ ഹഫ്സ ബീവിയെ തൊട്ടും എന്തായിട്ടുണ്ട്? ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫി ശഅബാന, ശഅബാൻ മാസത്തിലാണ് മഹദി വഫാത്തായത്. സന 45, എത്രയാണ്? 45 കേട്ടോ. വലഹ, അവൾക്കുണ്ട് 60 സന, എത്ര വയസ്സുണ്ടായിരുന്നു അന്ന്? 60 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി തദ്രീബാത്ത് നോക്കിക്കോളെ. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, ഹഫ്സത്തു റളിയല്ലാഹു അൻഹ ബിന്തു മൻ, ആരുടെ മകളാണ് ഹഫ്സ ബീവി എന്നാണ് ചോദ്യം. ആരുടെ മകളാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. രണ്ടാമത്തെ ചോദ്യം, സൗജുഹൽ അവൽ, അവരുടെ ആദ്യ ഭർത്താവ് ആരാണ്? ആദ്യ ഭർത്താവിന്റെ പേര് രണ്ടാമത്തെ വരി പറഞ്ഞില്ലേ? ഹുനൈസ് ബിൻ ഹുദാഫത്ത് സഹമി റളിയല്ലാഹു അൻഹു. താരിഖു തസ്വീജിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവളെ വിവാഹം ചെയ്തത് ഡേറ്റ് എന്നാ? പറഞ്ഞില്ലേ? ഫീ സനത്തി സലാസിൻ കേട്ടോ, 3-ാം വർഷം. മഹർ ഹഫ്സ, ഹഫ്സ ബീവിക്ക് എത്രയാണ് മഹർ കൊടുത്തത്? വസ്തഖഹ എന്ന് പറഞ്ഞില്ലേ? അവൾക്ക് മഹർ നൽകി. സ്വദാഖ് എന്ന് പറയും മഹറിന് കേട്ടോ, അതാണ് അവിടെ ഉപയോഗിച്ചത്. 400 ദിർഹം, 400 ദിർഹമാണ് മഹർ നൽകിയത്. മാതാകാല ജിബ്രീൽ അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? റാജിയ ഹഫ്സത, രണ്ടാമത്തെ പാരഗ്രാഫിലെ 3-ാമത്തെ വരി. ഫഇന്നഹ സുവാമത്തുൻ ഖുവാമത്തുൻ വഅന്നഹ സൗജതുക ഫിൽ ജന്ന. അജിബ്, ഉത്തരം പറയാം. മതാ മാത ഹുനൈസ് ബിൻ ഹുദാഫ, ഹുനൈസ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു എപ്പോഴാണ് വഫാത്തായത്? വഫാത്തായത് ഗസ്വത്ത് ബദറിന് ശേഷം, അല്ലെ? ബഅദ ഗസ്വത്തി ബദറിൻ,
മാദാ ഫഅല ഉമർ റളിയല്ലാഹു അൻഹു ബഅദ ഇൻഖിളാഇ ഇദ്ദത്തി ഹഫ്സ. ഹഫ്സ ബീവിയുടെ ഇദ്ദ പൂർത്തിയായതിനു ശേഷം ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്? നമ്മൾ പറഞ്ഞില്ലേ, അറളഹ ഉമർ അല അബീ ബക്കറിൻ വ ഉസ്മാന. കേട്ടോ, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു, പിതാവായ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിട്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹുമായിട്ടൊക്കെ എന്തായി, വിവാഹ അഭ്യർത്ഥന നടത്തി. ഫലം യുജിബു അഹദു മിൻഹു, അവർ രണ്ടു പേരിൽ നിന്നുള്ള ഒരാളും എന്തായില്ല, ആ വിവാഹ അഭ്യർത്ഥന സ്വീകരിച്ചില്ല, ഉത്തരം ചെയ്തില്ല. കം ഹദീസൻ റവത് ഹഫ്സ റളിയല്ലാഹു അൻഹ. ഹഫ്സ റളിയല്ലാഹു അൻഹ എത്ര ഹദീസാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞത്? 60 ഹദീസ് റിപ്പോർട്ട് ചെയ്തു. അടുത്ത ചോദ്യം, മത്താ മാത്തത്ത് ഹഫ്സ. ഹഫ്സ ബീവി എപ്പോഴാണ് വഫാത്തായത്? മാത്തത്ത് ഫി ശഅബാൻ സന 45 ഹിജ്റ 45 ശഅബാൻ മാസത്തിലാണ് മഹദി വഫാത്തായത്. അവസാനത്തെ ക്വസ്റ്റ്യന്, ഉംറ ഹഫ്സ റളിയല്ലാഹു അൻഹ കം ഹുവ. ഹഫ്സ ബീവിയുടെ വയസ്സ് എത്രയായിരുന്നു ചോദിക്കുന്നത്? എത്രയായിരുന്നു? ലഹ, അവൾക്കുണ്ട് 60 സന, 60 വയസ്സുണ്ടായിരുന്നു. കേട്ടോ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താവാം, സയ്യിദത്ത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.